നമുക്ക് തമിഴ്നാട്ടിലോട്ടൊന്ന് പോവാം. അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. എന്താ പ്രശ്നം എന്നല്ലേ? ടിവിക്ക് അധികാരത്തിലെത്തുമെന്ന് പ്രവചിച്ച ജോൽസിന് മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി നിയമനം നൽകിയ നടപടിയിൽ വ്യാപക വിമർശനം. VC-ക്ക്, DMDA-ക്ക്, BJP അംഗങ്ങൾ നിയമസഭയിൽ വിമർശനം ഉന്നയിച്ചു. അതിനിടെ തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നടപടികൾ പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി വിജയ് വിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു. വിവിധ പാർട്ടികളുടെ നേതാക്കൾ ഇപ്പോൾ സഭയിൽ സംസാരിക്കുന്നു. അതിനുശേഷമായിരിക്കും വോട്ടെടുപ്പ് നടക്കുക. സായികുമാർ, ഇതെന്തായാലും വേണ്ടാത്ത പരിപാടിയായിപ്പോയി എന്നാണ് പൊതുവേ ഉയരുന്നൊരു വിമർശനം. കാര്യം ജോൾസിനെയൊക്കെ പിടിച്ച് ഓഫീസറോട് സ്പെഷ്യൽ ഡ്യൂട്ടി ആക്കുക എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന തമിഴ്നാടിൻ്റെ ഒരു രാഷ്ട്രീയത്തിൽ അത്ര സ്വാഭാവികമല്ല, അല്ലേ സായി? ഡോക്ടർ അരുൺകുമാർ, എന്തായാലും വിജയ് അദ്ദേഹത്തിന്റെ ആദ്യ വിവാദം ഏറ്റുവാങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക. നിയമസഭയിൽ ഇപ്പോൾ വിശ്വാസ വോട്ടെടുപ്പിന്മേലുള്ള വോട്ടെടുപ്പ് നടക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന കക്ഷികളിലെ നേതാക്കൾ പോലും ഇപ്പോൾ വിജയുടെ ഈ നടപടിയെ വിമർശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ജോത്സ്യനായ രാധൻ പണ്ഡിറ്റ് വെട്രിവേലിനെ അദ്ദേഹത്തിന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി പൊളിറ്റിക്കലായി നിയമിച്ചത്. ഇത് മുമ്പ് പ്രചാരണ സമയത്ത് TVK ഒറ്റകക്ഷിയായി അധികാരത്തിലെത്തും എന്ന് പ്രഖ്യാപിച്ചതാണ്. അവിടുത്തെ രാഷ്ട്രീയക്കാരുടെയും സിനിമാ താരങ്ങളുടെയും ഒക്കെ ജോത്സ്യൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരാളാണ് ഈ ഇപ്പോൾ നിയമനം നൽകിയിട്ടുള്ള ഈ ജോൽസൻ. അദ്ദേഹം 180 സീറ്റോടെ TVK അധികാരത്തിലെത്തും എന്നാണ് ആദ്യം പ്രഖ്യാപിച്ചത്. പിന്നീട് അത് 150 മുകളിൽ നേടും എന്ന് പറഞ്ഞ് തിരുത്തുകയുമാണ്. എന്തായാലും CPM അടക്കമുള്ള കക്ഷികൾ, അതായത് TVKക്ക് പിന്തുണ നൽകിയ കക്ഷികൾ പോലും വിജയ് ഈ വിഷയത്തിൽ വിമർശിച്ചിരുന്നു. ജ്യോതിഷത്തിലല്ല, ശാസ്ത്രത്തിൽ വിശ്വസിക്കണം, തെറ്റായ സന്ദേശം നൽകാൻ സർക്കാർ തീർച്ചയായിട്ടും ഇന്ത്യൻ ഭരണഘടനയുടെ ഈ പൗരധർമ്മത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ശാസ്ത്രീയമായിട്ടുള്ള യുക്തി, മാനവികത, അല്ലേ? ആ ശാസ്ത്രീയമായ മനോവൃത്തി ഉണ്ടാക്കുന്നതിന് പകരം യഥാർത്ഥത്തിൽ ജോത്സ്യന്മാരെ ഓഫീസറുടെ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ടൊക്കെ നിയമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവും. അതിന് എത്ര വലിയ സ്റ്റാർ ആണെങ്കിലും.